In the following system, the lubricating oil is carried in separate tank from where it is fed to the engine. ഇനി ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലാണ് ഓയിൽ ഈസ് ക്യാരിഡ് ഇൻ എ സെപ്പറേറ്റ് ടാങ്ക്? ഓയിൽ എപ്പോഴും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടാങ്കിൽ നിറച്ചതിന് ശേഷം എഞ്ചിനിലോട്ട് ഫീഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ വെറ്റ് സമ്പ് സിസ്റ്റം, ഓപ്ഷൻ ബി മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഓപ്ഷൻ സി സ്പ്ലാഷ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഡ്രൈ സമ്പ് സിസ്റ്റം. 4 സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ആൻസർ, ഇതിൽ ഓരോരോ സിസ്റ്റം നമ്മൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് പെട്രോൾ ലൂബ്രിക്കേഷൻ പഠിക്കണം, പ്രഷർ ലൂബ്രിക്കേഷൻ പഠിക്കണം, മിസ്റ്റ് ലൂബ്രിക്കേഷൻ പഠിക്കണം, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ, സ്പ്ലാഷ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ചില സ്പെഷ്യൽ കേസസിലെ വാഹനം, റേസിംഗ് കാറുകൾ അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെയാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ നോർമലി ഡ്രൈ സമ്പ് സിസ്റ്റത്തിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്താണ് ഡ്രൈ സമ്പ് സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, നോർമലി നമ്മൾ എന്താ പറയുന്നത്, എഞ്ചിന്റെ അകത്ത് ഒരു എഞ്ചിന്റെ നേരെ ഏറ്റവും ബോട്ടത്തിൽ ഒരു സമ്പ് ഉണ്ടായിരിക്കും. ഈ സമ്പിലാണ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തേക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ഫിൽറ്ററും പമ്പും ഒക്കെ എടുത്തുകൊണ്ട് നോർമലി ഇതിലേക്കുള്ള കൂളിംഗ് നടത്തുന്നത്. സാധാരണ ഒരു പ്രഷർ സിസ്റ്റത്തിലായിരിക്കും അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഡ്രൈ സമ്പ് സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് എക്സ്ട്രാ ഒരു പമ്പ് കൂടി വരുന്നു. ആ പമ്പിന്റെ പേരാണ് സ്കാവെഞ്ചിങ് പമ്പ്. സ്കാവെഞ്ചിങ് പമ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഒരു പമ്പ് കൂടി വരികയാണ്. അതാണ് സ്കാവെഞ്ചിങ് പമ്പ്. സ്കാവെഞ്ചിങ് പമ്പിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നോർമലി നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്ന റിസർവോയറിൽ നിന്നും എക്സ്ട്രാ ഒരു സ്കാവെഞ്ചിങ് ടാങ്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ടാങ്കിലോട്ട് ടാങ്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൂബ്രിക്കേറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡിനെ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ പമ്പ് ചെയ്ത് വെക്കുന്നു. അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രെയിനറും പമ്പും ഒക്കെ ഉപയോഗിച്ചിട്ട്, മെയിൻ ആയിട്ടുള്ള പമ്പാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ പമ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിലോട്ട് എഞ്ചിനിലോട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഫീഡ് ചെയ്യുന്നു. അതായത് എപ്പോഴും ഈ ടാങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു നിശ്ചിത അളവിൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, നിശ്ചിത അളവിൽ നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ടായിരിക്കും. അതാണ് നോർമൽ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു എഞ്ചിന്റെ നോർമൽ നമ്മൾ എടുത്തു വെക്കുന്ന പമ്പിൽ നിന്ന്, റിസർവോയറിൽ നിന്നും സ്കാവെഞ്ചിങ് പമ്പ് ഉപയോഗിച്ചിട്ട് മറ്റൊരു ടാങ്കിലോട്ട് പമ്പ് ചെയ്ത് വെക്കുന്നു. ഇവിടെ നമുക്ക് 2 പമ്പ് ഉണ്ടായിരിക്കും. ഒരു മെയിൻ പമ്പിന് പുറമെ, മെയിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പമ്പിന് പുറമെ ഒരു സ്കാവെഞ്ചിങ് പമ്പ് കൂടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് അറിയേണ്ടത് വെച്ചാൽ ഈ സ്കാവെഞ്ചിങ് പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരിക. സ്കാവെഞ്ചിങ് പമ്പിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും കൂടി ഓർത്തിരിക്കണം. ആൻസർ പറയുന്നത് ഡ്രൈ സമ്പ് സിസ്റ്റം. ഡ്രൈ സമ്പ് സിസ്റ്റത്തിലാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടാങ്ക് ഉണ്ടായിരിക്കുക.